വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ SCRT 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യൻസിൻ്റെ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചക്രത്തിനെ കുറിച്ചാണ്. 4500 അധികം വർഷം പഴക്കമുള്ള ചക്രം. ഇത് കണ്ടെത്തിയിരിക്കുന്നത് സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്നാണ്. സൂറിച്ച് തടാകം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് 4500 വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മെസപ്പൊട്ടേമിയയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നദീതട സംസ്കാരങ്ങളിൽ പഴക്കം ചെന്ന ഒരു സംസ്കാരമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു അത്രേ. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങൾ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തി. പഴയകാല നദീതട സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ട ഒരു സംസ്കാരമായിരുന്നു മെസപ്പൊട്ടേമിയ. അപ്പം മെസപ്പൊട്ടേമിയ ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഇറാഖിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. പിന്നെ 2 നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. 2 നദി ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ക്യൂണിഫോം ലിപി. ഈ ക്യൂണിഫോം ലിപി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെസപ്പൊട്ടേമിയക്കാരാണ്. മെസപ്പൊട്ടേമിയക്കാരിൽ സുമേറിയന്മാരാണ് ഈ സംസ്കാരത്തിൻ്റെ ആദ്യകാലത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു സങ്കര സംസ്കാരമാണ്. ഇതിനകത്ത് തന്നെയാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ ഒക്കെ വരുന്നത്. അടുത്തത് റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് ആരാണ്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതും കൂടെ ഓർമ്മിച്ചു വെക്കണം. റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണ്? അത് ഇന്ത്യയിലാണ് കേട്ടോ. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയുമാണ് സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത്. ഓർമ്മിച്ചു വെക്കണം. എത്ര സ്റ്റേറ്റാണ്? 12 സംസ്ഥാനങ്ങളിലൂടെ. അതുപോലെ തന്നെ വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയുമാണ് കണക്ട് ചെയ്യുന്നത്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെയും പോർബന്തറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പോയിന്റ് വടക്കിനെയും തെക്കിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗുജറാത്തിലെ പോർബന്തറും ആസാമിലെ സിൽച്ചാറിനെയും തമ്മിലാണ് ഏത് കണക്ട് ചെയ്യുന്നത്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി കേട്ടോ. വടക്ക് തെക്ക് ഇടനാഴി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ശ്രീനഗർ, തമിഴ്നാട്ടിലെ കന്യാകുമാരി. അടുത്തത് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ PSC ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരും. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം അത് റെയിൽ ഗതാഗതമാണ് കേട്ടോ. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. എവിടെയാണ്? ലോകത്ത് ബ്രിട്ടനിൽ. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലാണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായിട്ട് ഉപയോഗിച്ചത് കൽക്കരിയായിരുന്നു. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. അപ്പോൾ
റെയിൽവേ ഗതാഗതവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനാ തലത്തിലൊരു ചോദ്യം തരികയാണെങ്കിൽ ഓർമ്മിച്ചു വെക്കുക, 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലാണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചത്. പിന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ഇന്ധനമായിട്ട് ഉപയോഗിച്ചത് കൽക്കരിയാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം റെയിൽവേ ഗതാഗതമാണ്. റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവാണ് ഈ പാതയിലൂടെ ആദ്യമായിട്ട് ഓടിച്ചത്. അങ്ങനെയാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ആദ്യമായിട്ട് ലോകത്ത് റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ച വ്യക്തി ജോർജ് സ്റ്റീഫൻസൺ ആണ്. അദ്ദേഹം നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റാണ് 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഓടിത്തുടങ്ങിയത്. അടുത്തത് ഇന്ത്യയിലെ റെയിൽ ഗതാഗതം. ഇന്ത്യയിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം വെച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ്. അവർക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഗതാഗത സംവിധാനം ഇന്ത്യയിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ മുതൽ, അതായത് ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെ 1853 നിരവധി പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853. എവിടെ തൊട്ട് എവിടെ വരെയാണ്? ബോംബെ ടു താനെ. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ബേപ്പൂര്, കോഴിക്കോടിലെ ബേപ്പൂര് മുതൽ മലപ്പുറത്തെ തിരൂര് വരെയാണ്. അത് തുടങ്ങിയത് 1861 കേട്ടോ. പിന്നെ മെട്രോ റെയിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ. നമ്മുടെ കൊച്ചി മെട്രോ ആരംഭിച്ചത് 2017 വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായിട്ടും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ നിലവിൽ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി ഇവിടെയൊക്കെ ഇപ്പോൾ മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. അടുത്തത് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ജലയാനങ്ങൾ ഉപയോഗിച്ചത് ആരാണ്? മെസപ്പൊട്ടോമിയക്കാരാണ് കേട്ടോ. അതുപോലെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിട്ടുള്ള ഗുജറാത്തിലെ ലോഥൽ, അവിടുന്ന് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ, അതായത് ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിൻ്റെ തെളിവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പോയിൻ്റ്, കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ള സിന്ധു നദീതട കേന്ദ്രം ചോദിച്ചാൽ അത് ലോഥലാണ്. ലോഥലിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഉള്ളത്. ലോഥലിൽ നിന്ന് മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഹരപ്പയിൽ നിന്ന് മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുദ്രകളുടെ ഒരു പ്രത്യേകത ഇതിൽ ബോട്ടിൻ്റെ ചിത്രമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബോട്ടിൻ്റെ ചിത്രമുള്ള മുദ്രകൾ കണ്ടെത്തിയത് എവിടെ നിന്നൊക്കെയാണ്? അത് ലോഥലും പിന്നെ ഹരപ്പയും. ജലഗതാഗതത്തെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഉൾനാടൻ ജലഗതാഗതം, രണ്ട് സമുദ്ര ജലഗതാഗതം. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് കായലുകൾ, ചെറിയ നദികളൊക്കെയാണ് കേട്ടോ. എന്നാൽ പിന്നെ സമുദ്രങ്ങൾ, കടലുകളൊക്കെ. പിന്നെ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ PSC ചോദിക്കാറുണ്ട്. എല്ലായ്പ്പോഴും വാട്ടർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദേശീയ ജലപാത നമ്പർ 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. തിരിച്ചും ചോദിക്കാം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത ഏതാണെന്ന്. നമ്പർ 3 ആണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ കേട്ടോ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ ചരക്ക് നീക്കത്തിന് നമ്മൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കനോലി കനാലുമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന വ്യക്തിയാണ് HV കനോലി. 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത് HV കനോലിയാണ്. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കനോലി കനാലിന് രൂപം കൊടുത്തത് ആരാണ്? അന്നത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയാണ്. പിന്നെ പാർവതി പുത്തനാർ, തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ.
പാർവതി പുത്തനാര് കണക്ട് ചെയ്യുന്ന സ്ഥലം ഏതൊക്കെയാണ്? വേളി, കഠിനംകുളം, കായൽ. അടുത്തത് നമുക്ക് വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. 1783 വായു നിറച്ച ബലൂണിൽ പാരീസ് നഗരമൊക്കെ ചുറ്റിക്കറങ്ങി വ്യോമഗതാഗതത്തിന് തുടക്കം വെച്ചതാരാണ്? ആരൊക്കെയാണ്? ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്യൂസ് മോണ്ട് ഗോൾഫിയറും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമാണ്. പിന്നെ ഇന്ന് കാണുന്ന തരത്തിലുള്ള വിമാനമല്ലേ, അത് ആദ്യമായിട്ട് നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നാണ്. അമേരിക്കയിലെ നോർത്ത് കരോലീന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 എന്ന് പറയുന്ന വിമാനം പറത്തിയത്. റൈറ്റ് സഹോദരന്മാരാരൊക്കെയെന്ന് അറിയാലോ? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്കാണ് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നത്. ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ഈ സംഭവമാണ്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയത് 1912. ഇന്ത്യയിൽ വ്യോമഗതാഗതം തുടങ്ങുന്നത് 1911. പിന്നെ ശരിക്കും അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയത് 1912. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻസ് ആണ് കേട്ടോ. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്. ജുഹു ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് ഏതൊക്കെയാണ്? തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, നെടുമ്പാശ്ശേരി, ഇങ്ങനെ 4 എയർപോർട്ടാണ് ഉള്ളത്. 2024-25 കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം അനുഭവിച്ചിട്ടുള്ള ഒരു നഗരമാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി. അടുത്തത് നമുക്ക് എഴുത്തുവിദ്യയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നോക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ക്യൂണിഫോം ലിപിയാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യയായിരുന്നു കേട്ടോ. സുമേറിയക്കാരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ വെഡ്ജ് ഷേപ്പ് അല്ലെങ്കിൽ ആപ്പില്ലേ, അത് ഷേപ്പിലാണ് ഇത് എഴുതിയിരുന്നത്. കളിമൺ ഫലകങ്ങളിലാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത്. ഇപ്പം മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുലിപി ഏതാണ്? ക്യൂണിഫോം ലിപി. ഇനി ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിൽ അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് കീഴിലുണ്ടായിരുന്ന എഴുത്തുവിദ്യയാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഇപ്പോൾ ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂട്ടിച്ചേർത്താണ് ഇവരിത് എഴുതിയിരുന്നത്. ആദ്യമായിട്ട് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചെടുത്തത് ഷംപോലിയോ ആണ്. റൊസറ്റ എന്ന് പറയുന്ന ശിലയിൽ എഴുതിയിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ചെടുത്തത് ഷംപോലിയോ ആണ് കേട്ടോ. അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ പാപ്പറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലയിലാണ് ഇവരിത് എഴുതിയിരുന്നത്. അതിൽ നിന്നാണ് പേപ്പർ എന്നുള്ള വേർഡ് ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. പിന്നീടാണ് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. പിന്നെ PSCയുടെ നിരന്തരം PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. ഇനി അടുത്തത് തപാൽ. ഇന്ത്യൻ തപാൽ ആരംഭിച്ചത് ഒക്ടോബർ 1, 1854. ആ പോയിന്റ് ഓർമ്മിച്ച് വെക്കണേ.